ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ട്. വന്ന് എല്ലാവരും വന്ന് തൊഴുതിട്ട് പോകുന്നു. ഈ ബോർഡർ വിസിറ്റ് ചെയ്യാന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും വലിയ കാര്യമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു ബോർഡർ ടൂറിസത്തിന്റെ ഭാഗമായിട്ട് ഇവിടെയും ധാരാളം ആളുകൾ നമ്മളെപ്പോലെ തന്നെ വരുന്നുണ്ട്. സാർ എന്താണ് പരിപാടി? സാമി കയറി വെച്ചാണ്. അതെ സാർ, സാമി ചെയ്യുന്നത് കേട്ടോ. ഈ സാമി കയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊഴുതോളും. സാമി കയറി, സാമി കയറി, സാമി കയറി. വേണ്ട വേണ്ട, നമ്മൾ പറഞ്ഞ അത്തരത്തിലുള്ള കുറച്ച് ബോംബുകളൊക്കെയാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. 3 inch more firing on enemy on MMG which killed many Pakistanis. Area turned black of enemy ഷെല്ലും അത്തരത്തിലുള്ള കുറെ ബോംബുകളൊക്കെ ഇവിടെ. അന്നാലോചിക്കുക, ഒരു അമ്പലം, ആ അമ്പലത്തിനകത്ത് ബോംബുകളൊക്കെ പ്രദർശിപ്പിച്ചിരിക്കുന്നു. ഭയങ്കര യുണീക്ക് അല്ലേ? എന്നാലും ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് സ്ഥലമാണ് കേട്ടോ. നിങ്ങൾ ഇവിടെയൊക്കെ വരികയാണെങ്കിൽ ഈ സ്ഥലമൊക്കെ ഒന്ന് കാണണം. ഇതൊക്കെ ശരിക്കും നമ്മുടെ ആ ഒരു രാജ്യത്തിന്റെ ഒരു വലിയൊരു അഭിമാനം കൂടിയാണ് ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ. എല്ലാരും ദൈവത്തിന്റെ മുമ്പിൽ ഇങ്ങനെ തൊഴുതുകൊണ്ട് നിന്നിരുന്ന് ഫോട്ടോ എടുക്കുന്നു, സെൽഫി എടുക്കുന്നു. അതിന്റെ തൊട്ടുപുറകെ മരുഭൂമിയാടാ. ഈ അടുത്ത് പൂജാരിയെ പോലെ നിൽക്കുന്ന ആള് പട്ടാളക്കാരനാ, മനസ്സിലായോ? ആ പാന്റൊക്കെ ഇട്ട് നിന്ന് കണ്ടായിരുന്നു. അതെ, ഇതുപോലെ പട്ടാളക്കാര് എന്താ പറയാ കൈകാര്യം ചെയ്ത ക്ഷേത്രങ്ങൾ കുറെ ഉണ്ട്. നമുക്ക് ലഡാക്കിലൊക്കെ പോകുമ്പോഴും കാണാൻ സാധിക്കും. ഇതെന്താ സംഭവം? നമ്മൾ പുറത്തിറങ്ങുമ്പോഴത്തേക്കിനും കാണുന്നത് ഇങ്ങനത്തെ ഒരു കാഴ്ചയാണ്. ഇവിടെ എല്ലാവരും ഈ തുവാലയും അതേപോലെ തന്നെ തുണിയൊക്കെ ഇങ്ങനെ കെട്ടിവെച്ചിരിക്കുന്നുണ്ട്. കണ്ടില്ലേ? എന്തെങ്കിലും നേർച്ചയായിരിക്കണം. ഇത് കൊള്ളാമല്ലോ. ഇതെന്താ സംഭവം? ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം കാണുന്നത്. ഇതെന്താ ഇവിടെ എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഇവിടെയും നമുക്ക് കുറച്ച് വിഗ്രഹങ്ങളൊക്കെ കാണാം. ഫാനൊക്കെ ഇട്ടിട്ടുണ്ട്. ഇവിടെ ഇത്തരത്തിലുള്ള തുവാലകളും ഇതുപോലത്തെ തുണികളും ഒക്കെ ഇങ്ങനെ തൂക്കിയിട്ടുണ്ട്. ഓ സാർ നടന്നു തുടങ്ങി വീണ്ടും. ബുടുക്കെന്ന് പറഞ്ഞ് വീഴും. ബാ എണീക്ക്, ബാ പിടിക്ക്, എണീക്ക് പോവാം, ബാ നടന്നോളൂ. പോവാം, ബാ നടക്ക്. ബാ നടക്ക് കേട്ടോ. സാറിന്റെ സ്റ്റെപ്പ് കയറാൻ നേരെ പഠിച്ചിട്ടില്ല. സാറിന് നടന്ന് പഠിച്ചു. അവിടെ ഇത്രയും വലിയ സ്റ്റെപ്പ് ഒന്നും അവന് കയറാൻ പറ്റത്തില്ലടാ. അവൻ ഈച്ച പിടിക്കാൻ പോകുന്നു. ഇപ്പോഴത്തെ പുതിയ ട്രെൻഡാണ് ഈച്ച പിടിക്കാൻ പോക്ക്. ഈച്ചനെ കണ്ട ഉടനെ ഈച്ച പിടിക്കാൻ പോണം ഞങ്ങൾക്ക്. എന്തായാലും പട്ടാളക്കാരുടെ കയ്യിലിരിക്കുന്നതുകൊണ്ട് തന്നെ ഇവിടെ പറ്റിക്കാൻ ആരുമില്ല, ആൾക്കാരെ ചൂഷണം ചെയ്യാൻ ആരുമില്ല, പിഴിയാൻ ആരുമില്ല, ഒന്നും ചെയ്യാൻ ആരുമില്ല, പറ്റിക്കാൻ ആരുമില്ല. പട്ടാളക്കാരിലായുണ്ട് ഇല്ലേ? അതുകൊണ്ട് അവരുടെ എല്ലാം കേട്ടോ പട്ടാളത്തിന്റെ BSFന്റെ തന്നെ ഔട്ട് പോസ്റ്റുകളും പിന്നെ അതേപോലെ തന്നെ അവരുടെ താമസ സ്ഥലങ്ങളും മറ്റു സംഭവങ്ങളൊക്കെയാണ്. അപ്പൊ നമ്മൾ ആ മരത്തിന് ചുവട്ടിലാണ് ഷൂ ഇട്ടത്. കാല് പൊള്ളിയിട്ട് പോയി, അതുപോലെ ചൂടാ. അയ്യോ, ഇതല്ലടാ താനോട്ട് വിക്ടറി പില്ലർ. അതാണ് സംഭവം. വിജയസ്തംഭം. പണ്ട് കാലത്ത് രാജാക്കന്മാര് മാത്രമല്ല, നമ്മളെ പട്ടാളക്കാരും വിജയസ്തംഭമൊക്കെ ഉണ്ടാക്കും, കണ്ടില്ലേ? അപ്പൊ ഈ ക്ഷേത്രത്തിന്റെ ചരിത്രവും മറ്റു സംഭവങ്ങളൊക്കെ ഇതിഹാസമൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ ഹിന്ദിയിലാണ്. വായിക്കാൻ അറിയാവുന്നവർക്ക് പോസ്റ്റ് ചെയ്തിട്ട് വായിച്ചു.